ഇപ്പൊ ഇന്നലെ സാന്ദ്രയ്ക്കെതിരെ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇട്ടതാണ്. ഞാൻ നേരത്തെ കണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പരസ്പരം മാറി മാറി വർത്താനം പറയുന്നതുകൊണ്ടുള്ള ഒരു തോന്നിയപ്പോൾ ഞാനത് എടുത്തു. അങ്ങനെ മാറി വർത്താനം പറയുന്നു എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ്. കാരണം നമ്മൾ തെളിയിക്കാൻ ഒരു മമ്മൂക്കയുടെ പേര് വരെ പറഞ്ഞാണ് അവര് പറയുന്ന കാര്യങ്ങൾ നുണയാന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ? അതെ. അപ്പോൾ നമ്മളോട് പലരും ഇപ്പം പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ്? സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത്. സ്ത്രീയാണ് അല്ല പറയണ്ട. എന്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഫ്രണ്ട്സ് പറയുന്നു ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇത് കേട്ട് 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 മടുത്തു. പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് നുണയാണ്. എല്ലാം ഒന്നല്ല രണ്ടല്ല 3 കാര്യങ്ങൾ നുണയാന്നല്ല, എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്വം. മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിനിമക്കാർക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ അങ്ങനെ ഒരു വലിയൊരു വ്യക്തിയെ ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളൊരു തോന്നൽ ഒരു കാര്യമല്ല. മമ്മൂക്കയുടെ പേര് പറയുന്ന ഒരു കാര്യമൊന്നും വരുമ്പോ ഇനി അത് മമ്മൂക്ക പറഞ്ഞില്ല എന്നുള്ള സെക്കൻഡറി ഒരു കാര്യം വരുമ്പോ ആൾക്കാര് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലപ്പോ അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ വിചാരിക്കാൻ മേലെ, അത് പോട്ടെന്ന് വെക്കാൻ മേലെ. ഇത് ഒരു സ്വാഭാവികമാണ്. ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ്. ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും. കാരണം എനിക്കറിയത്തില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുള്ളൂ, എനിക്കറിയുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും അറിയുള്ളൂ. അതുകൊണ്ട് ഞാനെന്ന മനുഷ്യൻ സംസാരിക്കും. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ്? ആള് മത്സരിക്കണം എന്നുള്ളതാണ്. മനസ്സിലാക്കുക. ഇതൊരു ബൈലോ എന്ന് പറയുന്ന 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ്. അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത്, ബൈലോയാണ് മത്സരിക്കരുതെന്ന് പറഞ്ഞത്. നമുക്കിപ്പോ ഞങ്ങളാ തീരുമാനിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയായിരുന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡന്റിന്റെ ആവശ്യമേ ഇല്ലായിരുന്നല്ലോ. അങ്ങനെയല്ല. അതാണ് തെറ്റ്. അതായത് ഈ 9 സിനിമ ചെയ്തത് പാർട്ട്ണർഷിപ്പിലാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതായത് ബാനർ സ്റ്റീവൻ അല്ല അവിടുത്തെ മെമ്പർ, മാജിക് ഫ്രെയിംസ് ആണ്. മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറേറ്റർ ഇതായിട്ട് ഞാൻ മാത്രമാണ് അതിന്റെ അതോറിറ്റി. ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ്. അതിന്റെ അകത്ത് 2 പേരാണ് പ്രൊഡ്യൂസേഴ്സ്, വിജയ് ബാബുവും സാന്ദ്ര തോമസും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് 2016 മുതൽ 2024 വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത? എവിടെ ഇലക്ഷൻ നടന്നില്ലേ? അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിന്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പൊ ഒന്നും ചെയ്യുന്നത്? അപ്പൊ സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. സാന്ദ്ര പറയുന്ന ഗൂഢാലോചനയൊന്നുമില്ല, അവർ മത്സരിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്, അതായത് സാന്ദ്ര തോമസിന് അറിയാമായിരുന്നല്ലോ ഇത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. റിട്ടേണിംഗ് ഓഫീസർ എടുത്ത് പോയതാണ്. റിട്ടേണിംഗ് ഓഫീസർ അപ്പൊ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റൂല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? എന്താണ് പറ്റിയത്? അല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നുണ്ട്. സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട്. പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആള് വിഡ്രോ ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിവേ ഇവര് 2 പേര് മത്സരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത്? ഇവർക്ക് മത്സരിക്കാൻ പറ്റും. പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. അതാണ് അവിടുത്തെ ബൈലോ. ബൈലോ എന്ന് പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയോ അല്ല പറയേണ്ടത്. അത് ആരാണോ ഇപ്പം ഈ സംഘടനയുടെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റൂല. ഇനി കോടതി പറയുവാണോ മത്സരിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം. ഞങ്ങൾ പോയി അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സാന്ദ്ര ഇപ്പൊ ഞാൻ നിർമ്മിച്ചൊരു പടം, അപ്പൊ ലാസ്റ്റ് നിർമ്മിച്ചൊരു പടം സാന്ദ്രയുടെ പേരിലാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല. അത് മാത്രമേ അതെ. ഇപ്പൊ എന്റെ അടുത്തുനിന്ന് എത്രയോ ആർട്ടിസ്റ്റുകൾ പിന്മാറിയിട്ടുണ്ട്. വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് സ്വാഭാവികമായിരിക്കും. ചിലപ്പോ കഥ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, ചിലപ്പോ കഥയുടെ റൗണ്ട് പോയി കാണും. അപ്പൊ പല പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ബിസിനസ് കയറി, നേരത്തെ പോലെ ബിസിനസ് ഹൈ ആയി പോയി. എത്രയോ റീസൺ ഉണ്ട് ഒരു പടം മാറി പോകാനായിട്ട്. ഇതാണ്